Hi, next topic is sparse matrix. So matrix is a two-dimensional array. If you have an m by n matrix, that means m rows and columns. That array contain m rows and n columns. So then sparse matrix means if most of the elements are 0, then we can say that it is a sparse matrix. അപ്പോൾ ഒരു sparse matrixൽ majority elements 0 ആയിരിക്കും. Then അങ്ങനെയുള്ള elementsനെ അങ്ങനെയുള്ള matrixനെയാണ് നമ്മൾ sparse matrix എന്ന് പറയുന്നത്. So sparse matrix is a matrix which contain a very few non-zero elements. Very few non-zero elements and majority elements are 0. അപ്പോൾ സ്പാസ് മെട്രിക്സിനെ നമ്മൾ ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ സ്പാസ് മെട്രിക്സിനെ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നോൺ സീറോ എലമെൻറ്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെമ്മറി ഒരുപാട് വേസ്റ്റേജ് വരും. സോ അതിന് ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റെപ്രസെൻറ്റേഷൻ നോക്കാം. So here we have consider a matrix of size 100 by 100. So 100 by 100 matrix എന്ന് പറയുമ്പം ടോട്ടലി നമുക്ക് എത്ര സ്പേസ് വരും എന്ന് നോക്കിക്കേ. 100 by 100 then 2 bytes വെച്ചിട്ട് 20,000 bytes we require to store this matrix. ഒരു 100 by 100 matrix സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 20,000 bytes വേണം. പക്ഷേ സപ്പോസ് അതിലൊരു 10 നോൺ സീറോ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമുക്ക് ഈ 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 20,000 bytes നമ്മൾ എന്ത് ചെയ്യാണ്, റിസർവ് ചെയ്ത് വെക്കുകയാണ്. സോ ഈ മെമ്മറി വേസ്റ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സോ ഹിയർ വി ആർ ലുക്കിംഗ് ഫോർ അറേ റെപ്രസെൻറ്റേഷൻ. സോ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് എ സ്പാർസ് മെട്രിക്സ് യൂസിങ് ആൻ അറേ. സോ ആദ്യം റെപ്രസെൻറ്റേഷൻ നോക്കാം. സോ ദിസ് ഈസ് എ സ്പാർസ് മെട്രിക്സ്. ഓക്കെ, ഇറ്റ് ഈസ് 4 by 5 മെട്രിക്സ്, 4 rows ആൻഡ് 5 columns. ഓക്കെ, 4 by 5 മെട്രിക്സ് ആണ് നമ്മൾ എക്സാമ്പിൾ എടുത്തേക്കുന്നത്. സോ അതിൽ നോക്കുക, കുറേ എലമെൻറ്റ്സ് 0 എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നോക്കാം. ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ നമുക്കറിയാം ഈ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റോ നമ്പർ 0 ആൻഡ് കോളം നമ്പർ 0. സെക്കൻഡ് എലമെൻറ്റ് റോ നമ്പർ 0 കോളം നമ്പർ 1. നെക്സ്റ്റ് എലമെൻറ്റ് റോ നമ്പർ 0 കോളം നമ്പർ 2. സോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് നോൺ സീറോ എലമെൻറ്റ്സ് മാത്രം പിക്ക് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് റോ നമ്പറും കോളം നമ്പറും പ്ലേസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് നോക്കുക, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. Okay, so 3യുടെ റോ നമ്പർ 0, കോളം നമ്പർ 0, 1, 2. So row number 0, column number 2, and the value of the element is 3. So next one is 4, this one, that is row number 0, column number 4. Row number 0, column number 4, we have a value 4. Then next row number 1, column number 2, 0, 1, 2. Column number 2, we have 5. Then row number 1, column number 3, 7. Similarly, സോ ഇതാണ് നമ്മളുടെ ഒരു അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സ്പാർസ് മെട്രിക്സിൻ്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. നോൺ സീറോ എലമെൻറ്റ്സ് മാത്രം പിക്ക് ചെയ്യുക, കറസ്പോണ്ടിങ് റോ നമ്പറും കോളം നമ്പറും പ്ലേസ് ചെയ്യുക, വാല്യൂം പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ അതിനൊരു ട്രിപ്ലെറ്റ് ഫോമിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 0, 2, 3. 0, 2, 3 മീൻസ് 0th റോ, സെക്കൻഡ് കോളം വി ഹാവ് എ വാല്യൂ 3. ദെൻ 0th റോ, 4th കോളം വി ഹാവ് എ വാല്യൂ 4. Similarly. Okay. So this is how we can represent a sparse matrix. Then what about the number of rows? Number of columns is always 3 in case of a sparse matrix. What about the number of rows? How many non-zero elements will be there? That will be the number of rows. എത്ര non-zero elements ഉണ്ടോ അത്രയും number of rows ഉണ്ടാവും. പക്ഷേ number of columns എന്ന് പറയുന്നത് എപ്പോഴും 3 ആയിരിക്കും. Okay. So this is how we can represent a sparse matrix using array. Okay. Thank you.